കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടു, ഗോമതിയും മീനാക്ഷിയും ആര്യനും ഒക്കെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തുവാണ്. അങ്ങനെ ക്ഷേത്രത്തിന്റെ അരികെ വെച്ച് വലിയ അപ്രതീക്ഷിതമായിട്ട് ആ സംഭവവികാസങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് അവരകത്തേക്ക് അങ്ങോട്ട് കയറി പോവാ. ഈ സമയത്ത് മീനാക്ഷി പറഞ്ഞു, വേണ്ടായിരുന്നു, വെറുതെ ആര്യൻ എന്തിനാ അവരോട് വഴക്കുണ്ടാക്കാൻ പോകേണ്ട കാര്യമില്ലായിരുന്നു. ഇപ്പൊ വന്നാ ചേട്ടൻ പറഞ്ഞു കേട്ടില്ലേ, ഒരു പക്ഷേങ്കില് അവരുടെ സഹായം നിനക്ക് ആവശ്യമായിട്ട് വരുമെന്ന്. ഇത് കേട്ടപ്പോ ആര്യം പറഞ്ഞു, എനിക്കെന്തോ സഹായം, ഇവിടെ ഭജന ഇരിക്കാൻ വന്ന് നമുക്ക് വല്ല സഹായത്തിനും കാര്യം വരുമെന്ന് ചോദിക്കാം. ഗോമതിയോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ല മോനെ, ഒരു പക്ഷേങ്കില് ആർക്കും എപ്പോഴാ സഹായം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. നാളെ ഒരു പക്ഷേങ്കില് നിനക്കൊരു ആവശ്യം വന്നു കഴിയുമ്പം അവരാണെങ്കിൽ സഹായിക്കുന്ന അറിയത്തില്ലല്ലോ. അങ്ങനെ അല്ലേ നമ്മുടെ മുന്നിലേക്ക് വന്ന ആ ചെറുപ്പക്കാരൻ പറഞ്ഞെന്ന് ചോദിക്കാം. എന്റെ അമ്മേ, അയാൾ ഇവിടെ തൊഴാനെങ്ങാണ്ട് വന്നതാ, അയാൾ വല്ലതും പറഞ്ഞോർത്തോണ്ട് അത് വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യം ചെയ്യാം, റൂമിയുടെ അടുത്തായിരുന്നു കുഴപ്പമില്ല, റൂമിലേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടേ വെച്ചിട്ട് ക്ഷേത്രത്തിൽ പോയി തൊഴാന്ന് പറയണേ. അങ്ങനെ അവര് റൂമിലേക്ക് പോവാണ്. റൂമിൽ കൊണ്ടുപോയി സാധനങ്ങളൊക്കെ വെച്ച് പിന്നീട് ക്ഷേത്രത്തിലേക്ക് തൊഴാനായിട്ട് അങ്ങോട്ട് പോവാം. ഈ സമയത്ത് ഗോമതിയുടെ മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥന മാത്രം ഉണ്ടായിരുന്നുള്ളൂ, മിത്രയുടെ കല്യാണം കൂടിയില്ലോ, എന്നാലും കുഴപ്പമില്ല, അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടണം. തന്റെ മനസ്സ് അത്രമാത്രം വേദനിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആനന്ദിന്റെ കല്യാണം അതെത്രയും പെട്ടെന്ന് തന്നെ നടക്കണം, തന്റെ ഒരു സ്വപ്നമാ. അതിന് വേണ്ടിയിട്ടായി ഭജന ഇരിക്കാൻ വന്നേ. ഒരു വിവാഹം എന്ന സ്വപ്നം, കൈനോട്ടക്കാരി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു പക്ഷെ സത്യമായിരിക്കുമോ? മിത്രയുടെ വിവാഹത്തിന് മുമ്പ് ഇവിടെ ഒരു വിവാഹം നടക്കുവോ? അതോ ഇനിയിപ്പം എന്താ സംഭവിക്കുന്ന അറിയത്തില്ല. ഉടനെ ഒരു വിവാഹം നടക്കുമെന്നാ പറയണേ. അപ്പൊ ഇതിനകത്തൊന്നും ഓർത്തിട്ട് ഗോമതിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനെ ഗോമതി അവിടെ പോയി പ്രാർത്ഥിക്കുവാണ്. പ്രാർത്ഥിച്ചതിനൊക്കെ ശേഷം അവിടെ ഭജന ഇരിക്കുവാണ്. ഈ സമയത്ത് ആര്യം പറഞ്ഞു, ഞാനിപ്പോ വരാന്ന് പറഞ്ഞങ്ങോട്ട് പോവാണ്. പെട്ടെന്ന് മീനാക്ഷിച്ചു, നീ എങ്ങോട്ട് ആര്യ പോന്നേ? അതെ, ഞാൻ ഇവിടേക്ക് ചുറ്റി നടന്ന് കാണട്ടെ, നിങ്ങൾ ഇവിടെ ഇരിക്കാൻ പറയാണ്. ഈ സമയത്ത് മിത്ര വല്ലാത്ത സങ്കടത്തിലായിരുന്നു. മിത്രക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ദൈവമേ, ഇനിയിപ്പോ കല്യാണത്തിന് ദിവസമില്ല, ആകെപ്പാടെ 2 ദിവസം കൂടെ ഉള്ളൂ. അതിനുള്ളിൽ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും? ഈ കാര്യത്തെക്കുറിച്ച് എങ്ങാനും വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. കൃഷ്ണമകൾ മിക്കവാറും അന്നെങ്കിൽ തകർത്ത് തരിപ്പണമാക്കും അച്ഛനെ. അതൊരു കാരണവശാലും തന്റെ കാര്യം അറിയാൻ പാടില്ല. ഇപ്പം പിന്നെ ഓർത്തു, ഇങ്ങനെ ഒളിച്ചു മറിച്ചും വെച്ചിട്ട് കാര്യമുണ്ടോ? ഓരോ ദിവസം മുന്നോട്ട് പോകുന്നൊരു അപകടമാണ്. മിഥുനാണെങ്കിൽ വെല്ലുവിളിച്ച പോലെ തന്നോട് പറഞ്ഞിരിക്കുന്നത്, താൻ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യുമെന്ന്. ദൈവമേ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തനിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു സ്വസ്ഥത സമാധാനം കിട്ടത്തില്ല. പിന്നീട് മുത്തശ്ശി കൊടുത്ത ആ ഒരു കൃഷ്ണന്റെ വിഗ്രഹം മീനാക്ഷി അല്ല, സോറി, മിത്ര പോയി എടുക്കുവാണ്. മിത്ര പോയി എടുത്തിട്ട് പ്രാർത്ഥിക്കുവാണ്. എന്റെ ഭഗവാനെ, എന്റെ കൃഷ്ണ, എനിക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഇതുവരെ എന്റെ ഇഷ്ടം ഞാൻ ഈ വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല. എനിക്ക് പറയണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. അത് പറഞ്ഞില്ലെങ്കിലോ ഒരു പക്ഷെ നാളെ ചിലപ്പോൾ ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിപ്പെടും. ഈ വീട്ടുകാരൊക്കെ പിന്നെ എന്താ പറയണേന്ന് അറിയത്തില്ല. കല്യാണം മുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ശരി, ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ വീട്ടുകാരൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലത്. തനിക്ക് ഈ വിവാഹം വേണ്ട, തന്റെ മനസ്സിൽ വേറൊരാളുണ്ടെന്ന് അറിഞ്ഞാൽ ഒരു പക്ഷേങ്കിലും വിവാഹം മാറ്റി വെച്ചാലോ, ആ ഒരു ചിന്ത മിത്രയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അങ്ങനെ മിത്ര കൃഷ്ണനോട് പ്രാർത്ഥിക്കുക, എന്റെ ഭഗവാനെ, നീയായിട്ട് എന്തേലും ഒരു വഴി കാണിച്ചു തരണം. എനിക്കും ഇതിനെ ഒന്നിച്ചാൽ മതിയാവുള്ളൂ. അവന്റെ മുൻചുണ്ടി ദേഷ്യമൊക്കെ അതൊക്കെ ഒന്ന് മാറ്റണം. എങ്ങനെ അവനോടൊപ്പം ജീവിതകാലം മുഴുവൻ ജീവിക്കുന്നു പോലും എനിക്കറിയില്ല. എന്നാലും കുഴപ്പമില്ല, ഞാൻ കാരണം ഒരു ജീവൻ പോലും തകർന്നു പോവരുത്. ആ ഒരു ചിന്തയൊക്കെയായിരുന്നു മിത്രയ്ക്കുണ്ടായിരുന്നത്. അപ്പോഴാണെങ്കിലോ ബാലനാകപ്പാണ് അസ്വസ്ഥനായിരുന്നു കടയില്. ഈ സമയം രാമേട്ടൻ ചോദിച്ചു, എന്താ ബാല, എന്ത് പറ്റിയെന്ന് ചോദിക്കാം. അല്ലാതെ പിന്നെ അവര് ഭജന ഇരിക്കാൻ പോയേക്കോളോ, അതിനിപ്പോ എന്താ കുഴപ്പമിരിക്കണേ? അവര് ഭജന ഇരുന്നിട്ട് ഇങ്ങോട്ട് വരില്ലേ? ആ കൂടത്തിൽ മീനാക്ഷി ആര്യനും ഉണ്ടല്ലോ. മീനാക്ഷിയുള്ള എനിക്കൊരു ധൈര്യമാ, പക്ഷെ ആര്യന്റെ കാര്യത്തിൽ അഹന്താ ബാല, നീ അങ്ങനെ പറഞ്ഞേ? അതെ, നീ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങള്. ആര്യന് നല്ല കാര്യപ്രാപ്തിയൊക്കെ ഉണ്ടെന്ന് പറയാം. അതൊക്കെ ഉണ്ട്, പക്ഷെ അവന്റെ ദേഷ്യം അറിയാലോ. എന്തേലും കണ്ട അപ്പൊ എടുത്തു ചാടുന്നൊരു സ്വഭാവം ഉണ്ട്. അതാ എനിക്ക് പേടിയെന്ന് പറയണം. അതൊന്നും നീ ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറയാം. നിനക്ക് ചിലപ്പം ഗോമതിയുടെ കാര്യത്തിലായിരിക്കും പേടിയെന്ന് പറയാം. ശരി എന്ന് പറയാണ്. ഈ സമയം ധർമ്മം വന്നിട്ട് പറഞ്ഞു, അല്ല ബാലേട്ടാ, നേരത്തെ പോയില്ലെങ്കിൽ ഇതുപോലെ ആഹാരമൊക്കെ ഉണ്ടാക്കേണ്ടത് നിൽക്കും. അത് ശരിയാണല്ലോ, ഒരു കാര്യം ചെയ്യും, നീ ആകാശനം കൂടി ഇച്ചിരി നേരത്തെ അങ്ങോട്ട് പൊക്കോ, ഞാൻ കടയൊക്കെ അടച്ചതിന് ശേഷം വീട്ടിലേക്ക് വന്നേക്കാന്ന് പറയാം. ശരിയെന്ന് പറയാണ്. അങ്ങനെ ആകാശനം കൂട്ടിയിട്ട് ധർമ്മം നേരത്തെ വീട്ടിലേക്ക് വരികയാണ്. ആ സമയം ആനന്ദം വന്നിട്ടുണ്ടായിരുന്നു. അനുശ്രീ ക്ലാസ്സിൽ പോയിട്ട് അനുശ്രീയും വന്നിട്ടുണ്ട്. ഈ സമയം ധർമ്മം ചോദിച്ചു, അല്ല എല്ലാവർക്കും ഇതിന് ഫുഡ് കഴിക്കണ്ടേ, എന്താ ഉണ്ടാക്കണേന്ന് ചോദിക്കും. ആകാശ് പറഞ്ഞു, അല്ല മാമൻ എന്തെങ്കിലും ഉണ്ടാക്കാറിയാ? പിന്നെ ബെസ്റ്റ്, എനിക്ക് എന്തേലും ഉണ്ടാക്കാൻ അറിയാവുന്ന ചോദിക്കുക. ഒരു കാര്യം ചെയ്യാം, നമുക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കാം, എന്തേലും ഉണ്ടാക്കാന്ന് പറയാം. ഈ സമയം അനുസരി പറഞ്ഞു, കൊളം ആകുമെന്ന് ചോദിക്കും. എന്നാ ഒരു കാര്യം ചെയ്യാം, നീ അങ്ങ് ഉണ്ടാക്കാൻ പറയാണ്. പിന്നീട് എന്ത് ചെയ്യാണ്, അങ്ങനെ 4 പേരും കൂടെ കൂടിയിട്ട് വൈകുന്നേരത്തിലുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കുവാണ്.
ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിലും അറിയാവുന്ന പോലെയൊക്കെ സാധനങ്ങളൊക്കെ തട്ടിക്കൂട്ടിയൊക്കെ ഉണ്ടാക്കി വെക്കുക. അങ്ങനെ വൈകുന്നേരം ബാലൻ വന്നു കഴിഞ്ഞതിന് ശേഷം മീനാക്ഷി ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. മീനാക്ഷി ഫോണിൽ വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കുവാണ്. മീനാക്ഷി പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല അച്ഛാ, ഇവിടെ പ്രശ്നമില്ലാതെ ഇവിടെ എത്തി. എന്തേ അമ്മ അവിടെ ഇരിക്കുന്നുണ്ടെന്നൊക്കെ പറയണം. എന്നാ ശരി, ഞാൻ രാത്രി വിളിച്ചോളാം, കുഴപ്പമില്ലാന്ന് പറയണം, നിങ്ങൾ റൂമിൽ ചെന്നതിന് ശേഷം വിളിക്കാന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞ് മീനാക്ഷി കോള് കട്ട് ചെയ്തു. പക്ഷെ മീനാക്ഷി അവിടെ നടന്ന കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. കാരണം വന്ന വഴി തന്നെ ആരും പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അച്ഛന് ചിലപ്പോൾ ടെൻഷനാവും. അച്ഛൻ മിക്കവാറും ഇങ്ങോട്ട് വണ്ടി കയറി പോരുകയും ചെയ്യും. അത് വേണ്ട, അതൊരിക്കലും ശരിയാവുന്ന കാര്യമല്ല. അപ്പം ആരിനോടും പറഞ്ഞായിരുന്നു ഈ കാര്യത്തെക്കുറിച്ചൊന്നും ആരോടും പറയുകയും ചെയ്യേണ്ടെന്ന്. അതുകൊണ്ട് ആരും അതിനെക്കുറിച്ചൊന്നും പറയാനും പോയില്ല. അങ്ങനെ വൈകുന്നേരം ഫുഡ് കഴിക്കാനായിട്ട് ബാലൻ വരുവാണ്. അങ്ങനെ ഫുഡൊക്കെ നിരത്തി വെച്ച് എല്ലാവരും ഇരിക്കുകയാണ്. ഈ സമയത്ത് ബാലൻ എന്ത് ചെയ്യണം, ഫുഡ് എല്ലാവരുടെയും പ്ലേറ്റിനകത്തേക്ക് വിളമ്പി കൊടുക്കാൻ തുടങ്ങുക. ഇത് കണ്ട ധർമ്മം ചോദിച്ചു, എന്താ അളിയാ ഞാൻ ഈ കാണുന്നതെന്ന് ചോദിക്കാം. എന്താടാ, ഞാൻ ഫുഡ് ഉണ്ടാക്കാനോ കൂടിയില്ല, വിളമ്പി എങ്കിലും തരണ്ടേന്ന് ചോദിക്കും. ഇത് കേട്ടതും ധർമ്മം പറഞ്ഞു, എന്റെ പൊന്നെ അത്ഭുതമായിരിക്കുന്നു കേട്ടോ, ഞാൻ സ്വപ്നമാണെന്ന് കാണുന്നത് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അതല്ലേലും അങ്ങനെയാണല്ലോ, നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ആണല്ലോ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കണേ എന്ന് പറയണേ. ഇത് കേട്ടൻ ബാലൻ പറഞ്ഞു, അത്ര നീ എന്നെ കളിയാക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറയണം. എങ്ങനെയുണ്ട് അളിയാ, ഫുഡ് കൊള്ളാമെന്ന് ചോദിക്കണം. സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാം. കാരണം ഇവര് തന്നെ ഉണ്ടാക്കിയത്, ഇവർക്ക് അത്ര ഉണ്ടാക്കാനൊന്നും അറിയത്തില്ലെന്നുള്ള കാര്യം അറിയായിരുന്നു. കൊള്ളാന്ന് പറയാണ്. ഈ സമയത്ത് ധർമ്മൻ ഒന്ന് ചിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നേ മിത്ര രണ്ടും കൽപ്പിച്ച് അങ്ങനെ അവരോട് പോയി പറയാൻ തീരുമാനിച്ചു. കൃഷ്ണമംഗലത്തുള്ളവരുടെ ഇനിയിപ്പോൾ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. അങ്ങനെ താഴേക്ക് ഇറങ്ങി ചെല്ലുവാണ്. ഈ സമയത്ത് നന്ദിതയും രാജേശ്വരും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു, ഓർണമെന്റ്സ് എല്ലാം. അപ്പൊ അതെല്ലാം എടുത്തിട്ട് ഇങ്ങനെ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സാരിയും ബ്ലൗസും കാര്യങ്ങളും എല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. മിത്രയ്ക്ക് ഈ സമയത്ത് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. ഓരോന്നൊക്കെ നോക്കിയിട്ട് മുത്തശ്ശി പറഞ്ഞു, കൊള്ളാല്ലേ, ഒന്നിനൊന്നിന് സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാം, നല്ല ഭംഗിയുണ്ടെന്ന് പറയാം. ഈ സമയം അന്തം പറഞ്ഞു, ഒന്നിനും ഒരു കുറവും വരുത്തല്ലേ, എല്ലാം നല്ല ഗംഭീരമായിട്ട് വേണം നടക്കാനായിട്ട്. കാരണം ഒരു ഉത്സവമല്ലേ ഇവിടെ നടക്കാൻ പോകുന്നത്, ഉത്സവ പ്രതീതി നാളെ മുതൽ എന്ന് പറയാം. ഈ സമയം രാജേശ്വരി പറഞ്ഞു, ശരിയാ, കാരണം ആദ്യമായിട്ട് നടക്കാൻ പോകുന്ന കല്യാണമല്ലേ, ഒരു കല്യാണമല്ല രണ്ട് കല്യാണമല്ലേ ഒരേ പന്തലിൽ തന്നെ നടക്കാൻ പോണേന്ന് പറയാം. അപ്പോഴാണ് മിത്രയുടെ വരവ്. മിത്രയുടെ മുഖം കണ്ടതും പെട്ടെന്ന് നന്ദി ചോദിച്ചു, എന്താ മോളെ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേന്ന് നിൽക്കും. ഒന്നുമില്ലമ്മേ, എന്താ നിനക്ക്, ഇതെന്ന് ഈ സാരിയൊക്കെ നോക്കിയേ, അവിടെ വെച്ചോ, നീ ഒന്നും സെലക്ട് ചെയ്തില്ല. ദേ അവരെ ആ വിവേകിന്റെ വീട്ടുകാർക്ക് എന്ത് വിചാരിച്ച് കാണോ. പിന്നെ ഞാൻ പറഞ്ഞു കല്യാണമല്ലേ, അതിന്റെ ഒരു ടെൻഷനാ മോൾക്കെന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ പറഞ്ഞു വെച്ചു. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ദേ കല്യാണത്തിന് ഇനി 1-2 ദിവസം ബാക്കിയുള്ളൂ, നീ മുഖം വെച്ചോണ്ടാ കതിർമണ്ഡപത്തിലേക്ക് കയറാതിരിക്കുന്നെങ്കിൽ അറിയാലോ. ഇത് കേട്ടതും അനന്തം പറഞ്ഞു, ഇവളുടെ മനസ്സിൽ വേറെ എന്തോ ആണെന്ന് തോന്നി, ഇവൾക്ക് വിവാഹം വേണ്ടെന്ന് പറഞ്ഞോണ്ട് ഇവള് ഈ കല്യാണം ഉറപ്പിച്ച സമയം തൊട്ട് പറയാൻ തുടങ്ങിയതാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത്രേ, നിന്റെ മനസ്സിൽ വേറെന്തെങ്കിലും ഉണ്ടെങ്കിലുണ്ടല്ലോ, നീ അതും കൂടെ മാറ്റി വെച്ചാക്കാൻ പറയാണ്. പെട്ടെന്ന് നല്ലത് പറഞ്ഞു, അതൊന്നും അങ്ങനെയൊന്നും കാണത്തില്ല എന്റെ വല്യച്ച, ഇവളെ എനിക്കറിയാവുന്ന കാര്യമല്ലേന്ന് പറയാ. മുത്തശ്ശി പറഞ്ഞു, മോളെ നീ ഇതൊക്കെ അങ്ങോട്ട് നോക്കി, ഇതുണ്ടോ എന്ത് നല്ല ഭംഗിയുള്ള സാരിയാന്ന്. അത് മാത്രല്ല ഇതേ ഓർണമെന്റ്സ് ഒക്കെ നോക്കാൻ പറയാണ്. അവിടെ വെച്ചാണെങ്കിൽ നിനക്കാണെങ്കിൽ അത് കഴുത്തലാണ്, ഇന്ന് നോക്കാൻ പോലും വല്ല പ്രയാസമായിരുന്നല്ലോ എന്ന് പറയാം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണവർക്ക് ബാക്കി എല്ലാവരും സന്തോഷത്തിലാണെന്ന് മിത്രയ്ക്ക് മനസ്സിലായി. ഇനിയിപ്പം ഇവരുടെ സന്തോഷം തല്ലിക്കിടത്തുന്ന കാര്യമാണ് പറയാൻ പോകുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും ശരി, പറയാനുള്ള കാര്യം തുറന്നു പറയണം, അല്ലെങ്കിൽ അത് അപകടമാണ്. അങ്ങനെ പെട്ടെന്ന് മിത്ര പറഞ്ഞു, അച്ഛാ എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ്. ഇത് കേട്ടതും അനന്തം പെട്ടെന്ന് അങ്ങോട്ട് ചുമയ്ക്കുവാണ്. ആ ചുമ അങ്ങോട്ട് നിന്നില്ല. പെട്ടെന്ന് ചുമച്ചോണ്ട് അങ്ങോട്ട് എഴുന്നേറ്റ് വാഷിംഗ് ബേസിന് അങ്ങോട്ട് ഓടുവാണ്. ഈ സമയം നന്ദിതയും രാജേശ്വരൊക്കെ ഓടി നിന്നിട്ട് എന്താ നീ ചോദിക്കുവാണേ. ഒന്നുമില്ല, എന്തോ വല്ലാത്തൊരു ചുമ പോലെ തോന്നുവാണ്. അതെ ഞാനൊന്ന് മുറിയിലൊന്ന് പോയി കിടക്കട്ടെ, എനിക്ക് ഇച്ചേരം റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അനന്തരം അങ്ങോട്ട് പോവാണ്. അങ്ങനെ മിത്രയ്ക്ക് പറയാൻ വന്ന കാര്യം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. പെട്ടെന്ന് നന്ദിതൻ രാജേശ്വരിയൊക്കെ അങ്ങോട്ട് അങ്ങ് പോവാണ്. ഇനിയിപ്പോ താൻ ആരോട് പറയാനാ തന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ. ആകെപ്പാടെ വിഷമത്തിലായി. അച്ഛനോട് പറയാന്ന് വിചാരിച്ചിരുന്നാണ്, ഇനിയിപ്പോ അച്ഛനോട് പറയുന്നത് ശരിയല്ലേ ഈ സമയത്ത്. അങ്ങനെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായി പോയി മിത്ര. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇനിയിപ്പോ ഈ ആഴ്ച മൊത്തം എന്ന് പറഞ്ഞ സംഭവ ബഹുലമായ നിമിഷങ്ങളായിരിക്കും വരാൻ പോകുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.